പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പിങ്കിയുടെ ഉപദേശങ്ങളെല്ലാം കേട്ട് അന്തിച്ച് നിൽക്കുവാണ് ഗൗതം. ഈ സമയം പിള്ളേർ രണ്ടുപേരുടെ കളിക്കും, നമുക്ക് അപ്പുറത്ത് പോയി കളിക്കാം എന്ന് പറഞ്ഞാൽ താഴേക്ക് പോകുന്നായിരുന്നല്ലോ. ആ സമയമാണ് നമ്മുടെ നന്ദ ഇന്ത്യവരത്തിലേക്ക് വരുന്നത്. അവിടെ ആരും ഇല്ലായിരുന്നു. മോളെ എന്ന് വിളിച്ചുകൊണ്ട് നന്ദ ഓടി അകത്തോട്ട് വരുന്നു. മോള് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. കുറച്ച് 2 ദിവസം ആയല്ലോ കണ്ടിട്ട്. അവൻ്റെ ഒരു സ്നേഹപ്രകടനമാണ് പിന്നെ അവിടെ നടക്കുന്നത്. അന്നേരം ഗൗതം താഴേക്ക് ഇറങ്ങി വരുന്നു. ഗൗതത്തിന് ഇതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ മോളോട് എതിർക്കാൻ പറ്റത്തില്ല. നന്ദയുടെ മുമ്പിൽ വെച്ച് നന്ദേനെ എതിർത്ത് മോളെ കൂടെ നിർത്താനും പറ്റത്തില്ലല്ലോ. പിന്നീട് ഇനി അങ്ങോട്ട് കാണുന്നത് ഗൗതത്തിൻ്റെയും നന്ദയുടെയും അധികാര ഉടമ്പടിയാണ്. ഗൗതം നന്ദയോട് പറയുന്നുണ്ട്, ഗൗരിമോളെ എൻ്റെ മകളാണ് എങ്കിൽ അവൾ എൻ്റെ കൂടെ നിൽക്കും. എന്നിൽ നിന്നും അവളെ അടർത്തി മാറ്റാനോ അകറ്റാനോ പറ്റില്ല. ഈ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല, നിനക്കും പറ്റില്ല എന്ന് പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട്, അവൾ എൻ്റെ മകളാണെങ്കിൽ അവൾ ആരുടെ കൂടെ നിൽക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല എന്ന് നന്ദയും പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. ഈ സമയം പിങ്കി നൈസായിട്ട് നന്ദയുടെ കൂടെ കൂടും. വേറെ ഒന്നിനും വേണ്ടിയല്ല, നന്ദയും മോളെ അവിടുന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിടുവാണെങ്കിൽ അവരങ്ങ് ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് പോകുവാണെങ്കിൽ പിങ്കിയുടെ ജീവിതം സേഫ് ആവുമല്ലോ. അതുപോലെ ഗൗരിയോട് കൂടുതൽ ഇഷ്ടം കാണിക്കുമ്പം ഉണ്ടാകുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ചെയ്യാമല്ലോ. അതിനു വേണ്ടിയാണ്. ഏതായാലും ഇവരുടെ ഈ അധികാര വടംവലിയും ഒക്കെ നടക്കുന്നതിനിടയ്ക്ക് ഗൗതം കൂടുതൽ ഗൗരിയെ കെയർ ചെയ്യും. കാരണം ഗൗതത്തോട് ഗൗരി കൂടുതൽ അടുക്കാൻ വേണ്ടി. ഇത് പലവട്ടം കാണുമ്പം നന്ദുവിന് ആകെ വിഷമാകുന്നുണ്ട്. നന്ദു അച്ഛമ്മയുടെ കൂടെ സങ്കടത്തോടെ കിടക്കുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷം.